നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രസിദ്ധ പത്രപ്രവർത്തകൻ മാർക്ക് ടൂളി അന്ന് 1990 നവംബർ 7 പാർലമെന്റിന്റെ പ്രസ് ഗാലറിയിൽ ഇരുന്നു പറഞ്ഞു, ഇവിടെ തുടങ്ങുന്നു BJPയുടെ ഉയർച്ച. ഇനി അവർക്ക് അധികാരത്തിലേക്ക് അധിക ദൂരമില്ല. അത് സത്യമായി. 6 വർഷത്തിനുള്ളിൽ BJP കേന്ദ്രത്തിൽ ആദ്യ സർക്കാർ രൂപീകരിച്ചു. ഇപ്പോൾ 36 വർഷം കഴിയുമ്പോൾ 3ാം വട്ടവും തുടർച്ചയായി BJP അധികാരത്തിൽ തുടരുന്നു. പ്രവാചകനൊന്നുമല്ലായിരുന്നു, നിരീക്ഷകനായിരുന്നു, നിഷ്പക്ഷനായിരുന്നു. കൃത്യമായതും സത്യമായതും അത് സ്വയം ബോധ്യപ്പെട്ടാണ് പറഞ്ഞത്, എഴുതിയത്. BBC എന്ന വിദേശ മാധ്യമത്തിന്റെ റിപ്പോർട്ടറായി 22 വർഷം ഡൽഹിയിൽ പ്രവർത്തിച്ച മാർക്ക് ടൂളി 90ാം വയസ്സിലാണ് 2026 ജാനുവരി 25 അന്തരിച്ചത്. മാർക്ക് ടൂളിയുടെ അച്ഛൻ ബ്രിട്ടീഷ് ബിസിനസ്സുകാരനായിരുന്നു. ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിലായിരിക്കെ ഇവിടെ സംരക്ഷകനായി വന്നതാണ് അച്ഛൻ. 1935 കൊൽക്കത്തയിലാണ് മാർക്ക് ടൂളി ജനിച്ചത്. ഇവിടെയും വിദേശത്തുമായി പഠിച്ച മാർക്ക് ടൂളി പിന്നീട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ കീഴിൽ പാതിരിയാകാൻ ശ്രമിച്ചുവെങ്കിലും അത് തനിക്ക് പറ്റിയ വേദിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ചു. പിന്നീട് BBC എന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ ജോലിക്ക് ചേർന്ന് ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ ഭാരതത്തിൽ നിയോഗിക്കപ്പെട്ടു. സൗത്ത് ഏഷ്യൻ ബ്യൂറോയുടെ തലവനായി 22 വർഷം സേവനം ചെയ്തു. മാർക്ക് ടൂളിയുടെ ഏറെ ശ്രദ്ധേയവും നിർണായകവുമായ റിപ്പോർട്ടുകളും നിരീക്ഷണങ്ങളും വിശകലനങ്ങളും മാധ്യമപ്രവർത്തനത്തിൽ ചരിത്രമാണ്. ഭാരതം 1985 അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. 2005 പത്മഭൂഷണം നൽകി. 1994 അദ്ദേഹം BBCയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. പല കാരണങ്ങളിൽ നിന്ന് BBCയുടെ നയപരിപാടികളോടുള്ള വിയോജിപ്പും BBCയുടെ മാധ്യമ നിഷ്പക്ഷതയിലും ലക്ഷ്യത്തിലും മാധ്യമപ്രവർത്തകരോടും മാധ്യമപ്രവർത്തനത്തോടുമുള്ള നയങ്ങളോടുള്ള വിയോജിപ്പുകളെ തുടർന്നായിരുന്നു. വിശ്രമ ജീവിതം ഭാരതത്തിൽ തന്നെ തുടർന്നു. ഏറെ നാളായി അണുബാധ രോഗത്തിലായിരുന്നു. ഞായറാഴ്ച രാത്രി അന്ത്യം സംഭവിക്കുകയായിരുന്നു. മറ്റു പല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായോ ശക്തിയായോ വിലയിരുത്തുക പോലും ചെയ്യാത്ത കാലത്ത് മാർക്ക് ടൂളി BJPയെ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ആ പ്രവചനാത്മകമായ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. കാലം 1990. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന വിവിധ ഹിന്ദു സംഘടനകളുടെ ആവശ്യത്തെ BJP പിന്തുണച്ചു. ഈ ആവശ്യത്തിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി രാമരഥയാത്ര നടത്തി. BJPയുടെ പുറത്തു നിന്നുള്ള പിന്തുണയിൽ VP സിംഗ് എന്ന വിശ്വനാഥ പ്രതാപ് സിംഗ് പ്രധാനമന്ത്രിയായിരിക്കവെയായിരുന്നു രഥയാത്ര. VP സിംഗിന്റെ ഭരണത്തോടെ ഭാരതം ഭരിക്കാൻ ഇനി ഞങ്ങളെന്ന തോന്നലിൽ ജനതാദൾ പാർട്ടിയിലെ പല നേതാക്കളും മതിച്ചു നിൽക്കുമ്പോൾ അദ്വാനിയുടെ രഥയാത്ര തടയണമെന്ന ആവശ്യം സോഷ്യലിസ്റ്റുകൾ VP സിംഗ് സർക്കാരിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒച്ചപ്പാടുണ്ടാക്കി. എന്നാൽ അവർ പ്രവചിച്ചതുപോലെ രഥയാത്ര കടന്നുപോകുന്ന ഒരിടങ്ങളിലും ഒരു വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷേ ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്ന ജനതാദൾ നേതാവ് ലല്ലു പ്രസാദ് യാദവ് അദ്വാനി ബീഹാറിൽ കടന്നാൽ അറസ്റ്റ് ചെയ്യും, രഥയാത്ര തടയുമെന്ന് പ്രഖ്യാപിച്ചു. BJPയെ നേരിടുന്ന രാഷ്ട്രീയ ചാമ്പ്യൻ എന്ന പേരു നേടാനായിരുന്നു ശ്രമം. അങ്ങനെ 1990 ഒക്ടോബർ 23 മുഖ്യമന്ത്രി ലല്ലു പ്രസാദ് യാദവ് ഉത്തരവിട്ടു. അദ്വാനിയെ അറസ്റ്റ് ചെയ്തു. രഥയാത്ര തടഞ്ഞു. പാർലമെന്റ് സമ്മേളനം നടക്കുന്നു. രാഷ്ട്രീയ സംഘർഷം. VP സിംഗ് സർക്കാരിന് എന്ത് സംഭവിക്കും? BJP പുറത്തു നിന്നുള്ള പിന്തുണ പിൻവലിച്ചാൽ VP സർക്കാർ വീഴും, ഒന്നും സംഭവിക്കില്ല എന്നൊരു വാദം. വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാൽ BJP നിലംപരിശാകും, ജനതാദൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്നെല്ലാമായിരുന്നു പിന്നെ രാഷ്ട്രീയ പ്രവചനങ്ങൾ. അങ്ങനെ 1990 നവംബർ 7 അവിശ്വാസ പ്രമേയം നേരിട്ട VP സിംഗ് സർക്കാർ 142 വോട്ടുകൾ മാത്രം നേടി. 346 പേരുടെ അവിശ്വാസ വോട്ടിനു മുന്നിൽ പുറത്തായി. ആ വോട്ടെടുപ്പിന്റെ ഫലം സ്പീക്കർ പ്രഖ്യാപിച്ച വേളയിൽ പ്രസ് ഗാലറി നിശബ്ദ നിരാശയിലായിരിക്കെ പിൻബെഞ്ചിലിരുന്ന മാർക്ക് ടൂളി പറഞ്ഞു, ഇവിടെ തുടങ്ങുന്നു BJPയുടെ ഉയർച്ച. ഇനി അവർക്ക് അധികാരത്തിലേക്ക് അധിക ദൂരമില്ല. അത് സത്യമായി. 1989 BJPക്ക് 85 സീറ്റായിരുന്നു. 1991 തെരഞ്ഞെടുപ്പിൽ 120 96 161 ആദ്യമായി അധികാരത്തിലെത്തി. 98 182, 99 182, 2014 282,
19 303, 2024 240. അങ്ങനെ അധികാരത്തിൽ BJP രാഷ്ട്രീയത്തോട് ടോളിക്ക് ആഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, സുഷമ സ്വരാജ്, ജസ്വന്ത് സിംഗ് തുടങ്ങിയവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലെങ്കിലും മാർക്ക് ടൂളി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയം പറഞ്ഞു. മോദി പ്രധാനമന്ത്രിയായാൽ ഭരണം അത്ര എളുപ്പമാകില്ല. RSSന്റെ നിയന്ത്രണങ്ങളും നിർബന്ധങ്ങളുമായിരിക്കും പ്രധാന വെല്ലുവിളിയെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മാധ്യമ പ്രവർത്തനത്തിൽ ആർക്കാണ് കൃത്യമായി ഭാവി കാര്യങ്ങൾ പറയാനാകുക? അത് മാർക്ക് ടൂളിക്കും പറ്റി. മാർക്ക് ടൂളിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശം പുറപ്പെടുവിച്ചിരുന്നു.